Watch India's largest kids library only on Jio Hotstar. Download the app now. ജോൺ ആകാൻ പോകുന്ന ഡോൺ പെട്ടെന്ന് ചിങ്കം സാറിനൊന്ന് ഫോൺ അടിക്കോ. ജോൺ ആണെങ്കിൽ അകത്തോട്ട് കൊള്ളയടിക്കാൻ പോയിരിക്കാ ബാങ്ക്. മോട്ടു നീ വേഗം ഷട്ടർ ഡൗൺ ചെയ്യേ, ഞാൻ ചിങ്കം സാറിന് ഫോൺ ചെയ്യാം. ഹലോ ചിങ്കം സാറേ, ഈ ഷട്ടർ ആരാണ് മൂടിയത്? ബാങ്കിന്റെ ഹവേഴ്സ് ഇനിയും കഴിഞ്ഞിട്ടില്ലല്ലോ. ജോണേ നീ അവിടെ നിന്ന് എന്തൊക്കെ കാണിച്ചാലും ശരി, നിനക്കിപ്പോ പുറത്തു വരാൻ കഴിയില്ല. ചിങ്കം സാറ് വന്നതിന് ശേഷം നിനക്ക് പുറത്തിറങ്ങാം, പക്ഷെ നീ നേരെ ലോക്കപ്പിലേക്കാവും പോകുന്നത്. രാത്രിയും ശരി പകലാണെങ്കിലും ശരി, മോട്ടും പത്ലും എന്നെ ജോലി ചെയ്യാൻ വിടുന്നില്ലല്ലോ. ഇപ്പോൾ ഞാൻ എങ്ങനെ പുറത്ത് പോകും? The name is Chingam. Inspector Chingam. Hands up, John. Hands up. നിയമത്തിന്റെ മുന്നിൽ നീ കീഴടങ്ങുന്നതാണ് നല്ലത്. ബൈ ബൈ ചിങ്കം സാർ. രക്ഷപ്പെടുന്നത് impossible. അറിയാമല്ലോ, impossible. Charge. മോട്ടു പത്ലു കാരണം എന്റെ ജീവിതത്തിൽ ആകപ്പാട് സന്തോഷമേ ഇല്ലാതെയായി. ഇപ്പോൾ ഞാൻ അവരെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വാക്കുകൾ കൊണ്ട് പറയാനാവില്ല. അതെ, നമ്പർ 1, നീ എന്റെ കൂടെ അകത്ത് വാ. ഞാൻ അവരെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കാണിച്ചു തരാം. മേടിച്ചോ, പിടിക്കടാ. ഇതിലും നല്ലത് പറഞ്ഞാട്ട് അടിക്കുന്നതായിരുന്നു. അയ്യാ ബോസ്, എനിക്ക് മനസ്സിലായി. നിങ്ങൾ മോട്ടും പത്ലുവിനെയും ഇതുപോലെ ആക്കാൻ ആഗ്രഹിക്കുന്നു അല്ലേ? ഇതുപോലത്തെ അല്ല, ഇതിനെക്കാട്ടിലും ക്രൂരമായിട്ട്, വളരെ ക്രൂരമായിട്ട് അവർക്ക് ഞാൻ കൊടുക്കണം. ഞാൻ എങ്ങനെയാന്ന് കാണിച്ചു തരാം. നീ അകത്തേക്ക് വാ. ബോസ്, നിങ്ങൾ എന്നെ തല്ലി ഈ നിലയിലല്ലേ ആക്കിയുള്ളൂ. പക്ഷെ ആ മോട്ടും പത്ലിനെ ഇതിലും മോശമാക്കണം. എന്നെ വിടരാ, ഞാൻ നിങ്ങളുടെ ബോസാണ്. എന്നെ വിടരാ. നമ്പർ 1, നമ്പർ 2 തല്ലല്ലേ പ്ലീസ്. വേണ്ട, എന്നെ വിട്ടേക്ക്. നാളെ ഫുർഫുറി നഗരത്തിൽ ആന്റി പീസിന്റെ എക്സിബിഷൻ നടക്കുന്നുണ്ട്. നാളെ മോട്ടു പത്ലു തീർച്ചയായിട്ടും അവിടെ എത്തും. അപ്പൊ നോക്ക് ഞാൻ എന്ത് ചെയ്യുമെന്ന്. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു ബോസ്? ഹലോ ഡോക്ടർ വൈറസ്. ജോൺ, നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ തന്നെ നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സൽ റിമോട്ടാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ആന്റിക് എക്സിബിഷനാ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുമ്പോ എല്ലാവർക്കും നല്ല സന്തോഷമായിരിക്കും. ജോൺ ആകാൻ പോകുന്നു ഡോൺ. ജോൺ ആകാൻ പോകുന്നു ഡോൺ. ചിങ്കം സാർ, ഞാൻ നിങ്ങൾക്കൊരു ഓപ്പൺ ചാലഞ്ച് ചെയ്യാം. അവിടെയുള്ള എല്ലാ ആന്റിക് പീസും ഞാൻ കൊള്ളയടിക്കാൻ പോവുകയാണ്. പറ്റുമെങ്കിൽ തടുത്തോളൂ. എന്റെ അമ്മോ, ഓപ്പൺ ചാലഞ്ച്. മോട്ടു പത്ലു, ജോൺ ഇവിടുത്തെ സാധനങ്ങളൊക്കെ മോഷ്ടിക്കുന്ന എന്നോട് ഓപ്പൺ ആയിട്ട് ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. മോട്ടു പത്ലു, ജോൺ ഇവിടുത്തെ സാധനങ്ങളൊക്കെ മോഷ്ടിക്കാതിരിക്കാൻ എനിക്ക് നിങ്ങളുടെ രണ്ടാളുടെ സഹായം വേണ്ടി വരും. പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? അതുകൊണ്ട് നീ തന്നെ ആലോചിക്കൂ. ഐഡിയ ദേ കണ്ടില്ലേ, ആ കർട്ടൻ ഇട്ടിരിക്കുന്ന റൂമിന്റെ പിന്നിൽ പോയി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒളിച്ചിരിക്കാം. എക്സിബിഷന്റെ സമയമൊക്കെ കഴിയുന്ന സമയത്ത് ജോൺ മോഷ്ടിക്കാനായി വരില്ലേ? ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് അവനെ പിടിക്കാം. എന്റെ അമ്മോ, എക്സലന്റ് ഐഡിയ, എക്സലന്റ്. കൊള്ളാം. ഓൾട്ടർനേറ്റീവ് സെക്യൂരിറ്റിക്കായി ഞാൻ കോൺസ്റ്റബിൾസിനെ പുറത്ത് നിർത്തി വെച്ചിട്ടുണ്ട്. അകത്തേക്ക് ഞാൻ CCTV ക്യാമറ ഫിക്സ് ചെയ്യാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ റെക്കോർഡിംഗ് എന്റെ ഈ ഫോണിൽ കാണാൻ സാധിക്കും. ഇത്തവണ ജോൺ നമ്മുടെ കണ്ണു വെട്ടിച്ച് ഒരിക്കലും രക്ഷപ്പെടില്ല. പത്ലു, ആ സ്ക്രീന് കുറച്ച് നീങ്ങിയിട്ടുണ്ട്. ഞാൻ വേഗം ചെന്നത് ശരിയാക്കിയിട്ട് വരാം. എന്റെ അമ്മോ, ഇത് കണ്ടോ? ആ ജോൺ വന്നിട്ടുണ്ട്. എന്താ ഇവിടുന്ന് ഒരു നിലവിളി ശബ്ദം കേൾക്കുന്നത്? അല്ല പത്ലു, നിങ്ങളെ ആരാണ് ഇങ്ങനെ അകത്തടച്ചു പൂട്ടിയത്? ജോൺ, നീയോ? നിന്റെ പണിയാണോ ഇതൊക്കെ? പറയടാ.
ശരിയാണ് മോട്ടു, ഞാനാണ് ഇവരെല്ലാവരെയും കണ്ണാടിയുടെ പുറകിൽ അടച്ചു വെച്ചിരിക്കുന്നത്. മോട്ടു, ഇപ്പോൾ നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല. എന്തെന്ന് വെച്ചാൽ നിന്റെ കോൺഫിഡൻസ് വീക്ക് പോയിന്റിലാണ് ഉള്ളത്. പത്ലു, എന്റെ കോൺഫിഡൻസ് വളരെ വീക്കാണ്. മോട്ടു ഇപ്പൊ കോൺഫിഡൻസിന്റെ കാര്യമൊക്കെ വിട്ടേക്ക്. മുമ്പിൽ ഇതേ ജോൺ നിൽക്കുന്നു, അവനെ പഞ്ഞിക്കിട് വേഗം. എനിക്ക് എന്റെ കൂട്ടുകാരെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. സിറ്റുവേഷൻ നീ മനസ്സിലാക്ക്. നിന്റെ കൂട്ടുകാരൊക്കെ ആ കണ്ണാടിയുടെ പുറകിൽ കുടുങ്ങിയർക്കാണ്. അത് മാത്രമല്ലാതെ അവിടെ പുക വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ശരിക്കുത്ത സുഹൃത്താണെങ്കിൽ നിന്റെ മനസ്സൊക്കെ കഷ്ടപ്പെടണം, വിഷമിക്കണം, കരയണം, നല്ലപോലെ കരയണം. എനിക്ക് എന്റെ മോട്ടു, നീ എന്തായി ചെയ്യുന്നത്? ജോൺ നിന്റെ അടുത്ത് തന്നെ ഇല്ലേ, പിന്നെന്താ നീ അവനിട്ട് നല്ല ഇടി കൊടുക്കാത്തത്? എന്റെ പത്ലു, നിങ്ങളൊക്കെ അകത്ത് കുടുങ്ങി കിടക്കുകയല്ലേ. മാത്രമല്ല പുകയും വരുന്നു. ഈ സിറ്റുവേഷനിൽ കരയല്ലാതെ വേറെന്താ ചെയ്യാ? എന്റെ മോട്ടു, നീ സിറ്റുവേഷനൊക്കെ ഒന്ന് വിട്ടേക്ക്. തൊട്ടടുത്തുണ്ടായിട്ടും അവന്റെ കടന്ന് കളഞ്ഞില്ലേ? മോട്ടു എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇവിടെ അകത്ത് മുഴുവൻ പുക അധികമായി കൊണ്ടേയിരിക്കുകയാണ്. ജോൺ, നിന്നെ ഞാൻ വെറുതെ വിടൂലടാ. ജോൺ, ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നീ എന്റെ കൂട്ടുകാരെടുത്താണ് കളിച്ചത്, മനസ്സിലായോ? മോട്ടു, സിറ്റുവേഷൻ മനസ്സിലാക്ക്. നിന്റെ കൂട്ടുകാരൊക്കെ അവിടെ കണ്ണാടിയുടെ പുറകിലുണ്ട്, പുക വരെ വരുന്നുണ്ട്. നീ എന്നെ തല്ലി ടൈം വേസ്റ്റ് ആക്കാൻ പോവുകയാണോ? പറ, നീ നിന്റെ കൂട്ടുകാരെ രക്ഷിക്കാൻ പോകുന്നില്ലേ? എനിക്ക് എന്റെ കൂട്ടുകാരെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ പോ, വേഗം ടൈം വേസ്റ്റ് ചെയ്യാതെ പോ. പൊട്ടിപ്പോയ കണ്ണാടിയും ഒട്ടിച്ചോ, അവരെയും രക്ഷിക്ക. പത്ലു, എന്റെ കൂട്ടുകാരെ, അതെ ഞാൻ എത്തിപ്പോയി. എന്റെ മോട്ടു, ഞാൻ നിന്നെപ്പ എന്താ ചെയ്യാന്ന് യാതൊരു പിടിയില്ല. നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നേ? നീ ജോണിന്റെ അടുത്തെത്തിയതല്ലേ, പിന്നെന്തിനാ ഇങ്ങോട്ട് തിരിച്ചു വന്നത്? പക്ഷേ പത്ലു, ഈ സിറ്റുവേഷനിൽ ശരിക്കും ഞാൻ നിങ്ങളെയൊക്കെ രക്ഷിക്കല്ലേ വേണ്ടത്. മോട്ടു, സിറ്റുവേഷന്റെ കാര്യം വിട്ടേക്ക്. ജോൺ നിന്നോട് കമാൻഡ് ചെയ്യുകയാണ്. നീ ഓരോ പ്രാവശ്യവും അവന്റെ വാക്ക് കേട്ട് വിഡ്ഢിയായി കൊണ്ടിരിക്കുകയാണ്. ഒന്ന് മനസ്സിലാക്ക്. സോറി പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട് നിനക്ക്. നീ എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. ചായക്കടക്കാരൻ ചേട്ടാ, വേഗം സമൂസയുമായിട്ട് എക്സിബിഷൻ ഹാളിലേക്ക് ഒന്ന് വന്നേക്ക്. നമ്പർ 1, നമ്പർ 2, നിങ്ങൾ രണ്ടുപേരും പുറത്ത് പോയി ചായക്കട ചേട്ടനെ ലോക്ക് ചെയ്യൂ. സമോസയുടെ മണം പോലും അകത്തേക്ക് വരാൻ പാടില്ല. അയ്യോ, ഓടിക്കോ. അയ്യോ, ആരെങ്കിലും ഒന്ന് ഇവന്മാരിൽ നിന്ന് എന്നെ രക്ഷിക്കേ. പത്ലു, ഞാൻ വെളിയിലുണ്ട്. ജാറിൽ സമോസയായിട്ട് വന്നതാ. അപ്പോഴാ ഈ നമ്പർ 1 നമ്പർ 2 എന്നെ പിടിച്ചത്. അവരെന്നെ അകത്തേക്ക് വരാൻ സമ്മതിക്കുന്നില്ല. ചായക്കടക്കാരൻ ചേട്ടാ, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. നിങ്ങൾ ആ പാത്രം മുകളിലേക്ക് എറിഞ്ഞേക്ക്, ഞങ്ങൾ പിടിച്ചോളാം. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? ആ ജാർ ഒരുപാട് മുകളിലാ ഉള്ളത്, വളരെ മുകളിൽ. എന്റെ കൈ അത്രയും ദൂരം എത്തൂല പത്ലു. മോട്ടു, ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതാണ്. നീ എന്തെങ്കിലും ഒന്ന് ചെയ്തത് എടുക്കാൻ നോക്ക്. ശ്രമിച്ചു നോക്ക്. നീ എത്ര ശ്രമിച്ചാലും നിനക്ക് സമോസ കിട്ടില്ല. ശ്രമിക്കും മോട്ടു. പത്ലു, രക്ഷിക്കണേ. മോട്ടു, മോട്ടു, ഇപ്പോൾ നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല. നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല മോട്ടു. ചിങ്കം സാറേ, എനിക്ക് തോന്നുന്നു ഈ അവസ്ഥയിൽ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമെന്നാ. നല്ല മണം.
നല്ല മണം, നല്ല മണം. ജോൺ, വേണ്ട മോട്ടു, വേണ്ട മോട്ടു, പ്ലീസ് എന്നെ വിട്ടേക്ക്, എന്നെ ക്ഷമിക്ക് മോട്ടു, പ്ലീസ് നമുക്ക് കോംപ്രമൈസ് ആയിട്ട് പോകാം മോട്ടു. ഇപ്പോൾ ഞാൻ ജയിലിലേക്ക് പോകേണ്ട സമയമായി. ചെയ്യാം സാർ, എന്നെ അറസ്റ്റ് ചെയ്യൂ, പ്ലീസ് എന്നെ വിട്ടേക്ക് മോട്ടു. Watch India's largest kids library only on Geo Hotstar. Download the app now.